ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തുകൊണ്ട് നേർന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ചെന്ന് സ്പോട്ടിൽ നോക്കുന്ന സമയത്ത് വീലൊക്കെ സ്റ്റക്കായിരുന്നു. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്താണ് അതിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് വന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ക്ലച്ച് ഷൂ ഫുൾ അതിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചേക്കാണ്. അതായത് ക്ലച്ച് ഷൂ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം അലുമിനിയാണ്. അത് ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഉരഞ്ഞിട്ട് ഉരുകി പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇങ്ങനെ സാധാരണ രീതിയിൽ സംഭവിക്കുക കുറഞ്ഞ ലൈൻ ഉണ്ടല്ലോ ക്ലച്ച് ഷൂ ഒക്കെ കുറഞ്ഞത് ഡ്യൂപ്ലിക്കേറ്റ് മേടിച്ചിടുമ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ വരാം. ഇത് ഫുള്ളായിട്ട് ഉരുകി പിടിച്ച് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ സ്റ്റക്കായി. അതിനകത്ത് ബെൽറ്റുമൊക്കെ അടക്കം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉരുകി പിടിച്ചാണ് ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അതായത് ക്ലച്ച് ഷൂ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു സ്റ്റേജ് ഇതാണ് അതിൻ്റെ കറക്റ്റ് അതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറഞ്ഞ റേറ്റാണ് വണ്ടിയെന്നുണ്ടെങ്കിൽ സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് ഉപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ വരാറ്. ഇനി അതല്ല ഇതിങ്ങനെ തീർന്ന് ഓടിയാലും അത്രയും പ്രശ്നമൊന്നും സാധാരണ രീതിയിൽ വരാറില്ല. ഡ്യൂപ്ലിക്കേറ്റ് പാർട്സ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ ഉപയോഗിക്കുന്ന ഈ അലുമിനിയം മെറ്റീരിയൽ ഉണ്ടല്ലോ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും, ക്വാളിറ്റി വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന്ന പ്രശ്നമാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ക്ലച്ച് ഷൂ ഇതേപോലെ ഫുൾ സെറ്റായിട്ട് മാറണം. ക്ലച്ച് ഷൂ മാത്രം 650 രൂപ നമുക്ക് ചിലവ് തന്നെയുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റൊക്കെ മാറണം. അതിൻ്റെ ഉള്ളിലൊക്കെ ഉരുകി പിടിച്ചേക്കാതാണ്ടോ മൊത്തത്തിൽ പിടിച്ചേക്കാണ്. അപ്പം നിലവിൽ ക്ലച്ച് ഷൂ മാറണം, അതിൻ്റെ ക്ലച്ചിൻ്റെ സ്പ്രിങ്, അതിൻ്റെ ഉള്ളിലുള്ള ഡാമ്പർ റബ്ബർ സെറ്റ് തുടങ്ങിയ അതിൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ ഒട്ടുമിക്ക സാധനങ്ങളും ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട് നമുക്ക് കേട്ടോ. ക്ലച്ച് വെയിറ്റ്, ബെൽറ്റ് മാറണം. ആ ബാക്കിലത്തെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാക്കി ക്ലച്ച് ഷൂ അതിനോടനുബന്ധിച്ച ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് മാറ്റി വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ബെൽറ്റ് അടക്കം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. വണ്ടി സെൽഫ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ അതിൻ്റെ ബാറ്ററി നമുക്കിത് മേടിക്കുന്നത് 2022 മോഡൽ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് ഒരു അല്പം കുറവാണിക്കുണ്ട്. ഇപ്പോൾ 12.30 റേഞ്ചിലാണ് കാണിക്കണമെന്നുണ്ട്. ഇപ്പോൾ താക്കോല് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ 11ലേക്ക് വന്നിട്ടുണ്ട്. ലോഡ് കൊടുക്കുന്ന സമയത്ത് നേരെ പോണത് 7 വോൾട്ടിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാറ്ററി ശരിക്കും ചാർജ് കുറവുണ്ട്. ഇനി നമുക്ക് സെൽഫ് മോട്ടർ ഓൾറെഡി കംപ്ലൈൻറ്റ് ഉള്ളതാണ്, നമ്മൾ മാറ്റാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ സെൽഫ് മോട്ടർ മാറ്റിയതിന് ശേഷം ചിലപ്പോൾ ഒരു പക്ഷേ സെൽഫ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചേക്കും, കാരണം ബാറ്ററി ഇത്ര ലോ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ബാറ്ററി ഒന്ന് അഴിച്ചിട്ട് ഫുൾ ചാർജ് ചെയ്തിടാം. എന്തായാലും സെൽഫ് മോട്ടറൊക്കെ എന്തായാലും നമുക്ക് മാറ്റണമല്ലോ. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് വെച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിങ്ങിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. വണ്ടി നമുക്ക് സെൽഫ് അടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 10 വോൾട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ 11 വോൾട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രോബ്ലം ഇല്ല. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ് കാണിക്കും. അത് ബാറ്ററിയുടെ ആണ് കേട്ടോ. 2022 ബാറ്ററിയാണ്. ഏകദേശം ഒരു 3 കൊല്ലത്തോളം ആയിട്ടുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ ലൈഫ്. അപ്പോൾ ഏറെക്കുറെ അത് തീരുമാനമായിരിക്കും. എന്തായാലും നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ഉപയോഗിക്കാം. തന്നെയല്ല ബാറ്ററിയുടെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് അഴിച്ചൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നുള്ളൂ, മാറ്റി വയ്ക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഫസ്റ്റ് നമ്മളിപ്പോൾ ചാർജിലേക്ക് ഇടണേ. അതേപോലെ സെൽഫ് മോട്ടർ മാറ്റണമുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് വന്നേക്കണ ഈ മെയിൻ്റനൻസ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ക്ലച്ച് ഷൂ അടക്കം, ബെൽറ്റ് അടക്കം, അതിൻ്റെ ബാക്കി വരുന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ അളവിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ സ്റ്റിക്കിൻ്റെ ഏറ്റവും അടിയിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മീറ്റർ നോക്കുമ്പോൾ പെയിൻറ്റ് ചെയ്തപ്പോൾ നമ്മൾ പുതിയ മീറ്റർ വെച്ചേക്കണേ. അതിനകത്ത് കിലോമീറ്റർ നോക്കുമ്പോൾ 1397 കാണിക്കണേ. അതായത് 1397 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും ഓയിൽ ഇത്ര കുറയാമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറവുള്ളത് ടോപ്പ് അപ്പ് ചെയ്തിടാം, റെഡിയാക്കാം. നമുക്ക് ലെവൽ കുറവുള്ളതൊക്കെ ലെവൽ ഒഴിച്ച് കറക്റ്റ് ചെയ്ത് നിർത്താം. അപ്പോൾ ഈ ഓയിൽ കുറഞ്ഞ് പോകേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഓയിൽ ലെവൽ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ ഹീറ്റിംഗ് കൂടുതൽ വരും. അതായത് എല്ലാ ഭാഗങ്ങളും, അതായത് സിലിണ്ടർ തുടങ്ങി പിസ്റ്റൺ തുടങ്ങി എല്ലാം കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് എന്ത് കാരണം കൊണ്ടാണ് ഈ ഓയിൽ കുറയണേന്നുള്ള കേസ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം. ഒരു മാസം അല്ലെങ്കിൽ ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ കയറ്റിയിട്ട് ഓയിൽ ലെവൽ ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഊറ്റിയിട്ട് ചെക്ക് ചെയ്യാം കറക്റ്റായിട്ട് എത്ര മില്ലിയാണ് കുറഞ്ഞേക്കണേന്നുള്ളത്. എന്നിട്ട് അത് കാര്യമായിട്ട് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ചു കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കില്ല, വണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ചാൽ അത് മേജർ കംപ്ലൈൻറ്റിലേക്ക് വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി ഓയിൽ ഒരല്പം കുറയണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ലെവൽ ടോപ്പ് അപ്പ് ചെയ്ത് പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റും. അത് കുറവുള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് കുറേ കൊണ്ടുനടക്കാനായിട്ട് പറ്റും. എന്നാലും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് വന്ന മെയിൻ്റനൻസ് വന്നുണ്ട്, സെൽഫ് മോട്ടർ വന്നുണ്ട്, ബാറ്ററി ചാർജിങ്ങിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്താം.
ബാക്കിയത്തെ എല്ലാ ഐറ്റം ഉൾപ്പെടുത്തി തന്നെ നമ്മൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതായത് ഇപ്പോൾ ഇതൊന്ന് റെഡി ആക്കിയതിന് ശേഷം വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താം. ഓടിക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ ബ്രേക്കൊക്കെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ബ്രേക്കിന് ജാമായ കണ്ടീഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ, സ്മൂത്തല്ല. അതെന്താ കാരണം എന്നുള്ള ദിവസം കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ കാണുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അതിന് ശേഷം നമ്മൾ ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്താം. ഓടിച്ച് നോക്കിയതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. എന്താണ് അതിൻ്റെ പ്രോബ്ലം, എത്ര ചിലവ് വരും എന്നുള്ള ദിവസമൊക്കെ രണ്ടാമത് അഡീഷണലായിട്ട് പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. റിപ്ലൈ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.